Hello, what's up, guys? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് പുഷപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പുഷപ്സ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിവിടെ താഴെ വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ബോഡി പോസ്ചറാണ്. പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കണം നമ്മുടെ സ്പൈൻ. പിന്നെ നമ്മുടെ കാല് വെക്കുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത് അനുസരിച്ച് ആ ഒരു ലെങ്ത്തിലാണ് നമ്മുടെ കാല് രണ്ടും വെക്കേണ്ടത്. പിന്നെ നമ്മുടെ കൈപ്പത്തി വെക്കേണ്ടത് നമ്മുടെ ഷോൾഡർ വിഡ്ത്ത് അനുസരിച്ചാണ് നമ്മുടെ കൈപ്പത്തിയും നമ്മൾ വെക്കേണ്ടത് നിലത്ത് വയ്ക്കുന്ന സമയത്ത്. പിന്നെ നമ്മുടെ കൈപ്പത്തി വെക്കേണ്ടത് നമ്മുടെ ചെസ്റ്റിന് പാരലായിട്ടായിരിക്കണം നമ്മൾ കൈപ്പത്തി വെക്കേണ്ടത്. നമ്മുടെ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് കൈമുട്ട് എപ്പോഴും നമ്മുടെ കൈപ്പത്തി ചെസ്റ്റ് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ അതിന് തൊട്ട് താഴെയായിട്ടായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. നമ്മുടെ കൈപ്പത്തിക്ക് ഒരിക്കലും പാരലായിട്ട് നമ്മുടെ കൈമുട്ട് വരാൻ പാടില്ല. ഒരു 90 ഡിഗ്രി ആംഗിൾ ഒരിക്കലും വരാൻ പാടില്ല. അതിൽ താഴെയായിട്ട് വേണം നമ്മുടെ കൈമുട്ട് എപ്പോഴും പുഷപ്പ് ചെയ്യുന്ന സമയത്ത് വരാൻ വേണ്ടി. പിന്നെ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മുടെ ബാക്ക് ഒരിക്കലും പൊങ്ങി പോകാനോ നമ്മുടെ ചെസ്റ്റ് ഒരിക്കലും താന്നു വരാനോ പാടില്ല. ചെസ്റ്റും ബാക്കും നമ്മുടെ സ്പൈൻ ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം നമ്മൾ പുഷപ്പ് ചെയ്യുന്ന സമയത്ത്. പിന്നെ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പുഷപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. മുകളിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. താഴേക്ക് പോകുമ്പോൾ ശ്വാസം വലിക്കുക, മുകളിലോട്ട് പോകുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ശ്വാസം വിടുക. നമ്മൾ ഒരിക്കലും വായിലൂടെ ശ്വാസം വലിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് പോകുമ്പോൾ മൂക്കിലൂടെ ശ്വാസം വലിക്കുക, മുകളിലേക്ക് പോകുമ്പോൾ വായിലൂടെ ശ്വാസം വിടുക. പിന്നെ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ താഴേക്ക് പോകുമ്പോൾ ശ്വാസം വിടുകയും മുകളിലേക്ക് പോകുമ്പോൾ ശ്വാസം വലിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ചെല്ലില്ല, ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ ചെല്ലില്ല. അപ്പം നമ്മുടെ അത് വർക്കൗട്ടിനെ അത് വളരെ നല്ല ബാധിക്കും. നമ്മൾ പുഷപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വാമപ്പ് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ വാമപ്പ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെച്ചിങ് ആണ് ചെയ്യേണ്ടത്. സ്ട്രെച്ചിങ് 2 ടൈപ്പാണ്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ഉണ്ട്, ഡൈനാമിക് സ്ട്രെച്ചിങ് ഉണ്ട്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യായാമം കഴിഞ്ഞ് ചെയ്യേണ്ടതാണ് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്. ഡൈനാമിക് സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു വ്യായാമത്തിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ട സ്ട്രെച്ചിങ് ആണ്. ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ് നമ്മുടെ ജോയിൻസിന് മൊബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോയിൻസ് അവിടെ വർക്കാവുന്നത് നമ്മുടെ ഷോൾഡർ ജോയിൻ്റാണ് അവിടെ മെയിനായിട്ട് വർക്കാവുന്നത്. ഷോൾഡർ ജോയിൻറ്റും നമ്മുടെ കൈമുട്ടിൻ്റെ ജോയിൻറ്റും എൽബോ ജോയിൻറ്റുമാണ് മെയിനായിട്ട് അവിടെ വർക്കാവുന്നത്. അപ്പോൾ നമ്മൾ പുഷപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻറ്റിനും നമ്മുടെ എൽബോ ജോയിൻറ്റുമായിട്ടുള്ള ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ ദെൻ, താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.